ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ മലയാളീസ് കിച്ചണിൽ ഇപ്പോൾ ഫേസ് കാണിച്ച് ഇപ്പോൾ അധികം വരാറില്ല. എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം കിച്ചണിലിടുന്ന റെസിപ്പികളൊക്കെ വളരെ വ്യൂവേഴ്സ് കുറവാണ്. അപ്പോൾ ഒരു ഇൻട്രോ ആയിട്ട് വരികയാണെങ്കിൽ, എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടെ വ്യൂസ് കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിൽ കമന്റുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും സമയക്കുറവും അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള തയ്യാറെടുപ്പിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഒരു സ്റ്റാർട്ടിങ്ങിൽ എത്താത്തത്. അപ്പം അതിന് ആദ്യം തന്നെ നിങ്ങളോട് ആ ഒരു റീസൺ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ഒരു ചക്ക വടയാണ്. അപ്പം ചക്ക വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വട അല്ലെങ്കിൽ ചക്ക ബോണ്ട എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഒരു അടിപൊളി ഒരു 4 മണി പലഹാരമാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. പിന്നെ ഞാൻ ഇതിപ്പോൾ ഒരു ഇൻട്രോ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ബാറ്റർ തയ്യാറാക്കി വെച്ചു. അപ്പോൾ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നൊരു തോന്നൽ വന്നത്. കാര്യം ഞാനിവിടെ ഒരു 4 മണി ആകുമ്പോഴത്തേനും ഓൾറെഡി ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെ അപ്പോൾ അതിൽ കുറേ വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ചക്കവട, അപ്പോൾ അല്ലെങ്കിൽ ചക്ക ബോണ്ട എന്ന് പറയാം. അപ്പം ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷമാണ് ഏട്ടൻ വന്നിട്ട് പറഞ്ഞ എടി എങ്കിൽ പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് നിങ്ങളിലേക്ക് എത്തിച്ചാൽ എന്താ കാര്യം, നമ്മൾ ചക്കപ്പുഴുക്കാണെന്നുണ്ടെങ്കിലും ചക്ക അവിയലൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചക്ക ബോണ്ട അല്ലെങ്കിൽ ചക്ക വട നമുക്ക് എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് എത്തിയേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ബാറ്റർ ഞാൻ തയ്യാറാക്കി വെച്ചു. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം നമുക്കൊരു 2 കപ്പോളം ചക്ക ഞാൻ എടുത്തു. ചക്ക അരിഞ്ഞത് അപ്പം നമ്മൾ ചക്കയും അരിഞ്ഞതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അരിയുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കിട്ടും, തോന്നിക്കും. അപ്പം ചക്ക അരിഞ്ഞത് ഞാനൊരു 2 കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 കപ്പ് ചക്കയിലേക്ക് പച്ചമുളക് ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ സവോള ഒരു വലിയൊരു സവോള എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചത് ആയിരുന്നു. അപ്പം ഈ ഒരു ചക്ക നമ്മൾ അരിഞ്ഞ ചക്ക നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല നമ്മൾ ഉഴുന്നൊക്കെ അരയ്ക്കുന്നത് പോലെ നന്നായിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ചക്ക നമ്മൾ അരച്ചെടുത്തതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡാപ്പൊടിയും ഉപ്പ് അതുപോലെ ഗരം മസാല ഇത് 3 കൂടി നമ്മൾ ഇടുക. അപ്പം ഉപ്പ് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ഇടാം. അതുപോലെ സോഡാപ്പൊടി നമ്മൾ ചേർക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ആ ഒരു നല്ല ബബിൾസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. കൂടുതലായാലും അതൊരു ചവ വരും. അപ്പം നമുക്കൊരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ വരെ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് സോഡാപ്പൊടി ചേർക്കാം. പിന്നെ നമ്മൾ ഗരം മസാല ചേർക്കുന്നതിനൊപ്പം നമുക്ക് വെജിറ്റബിൾ മസാലയും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വെജിറ്റബിൾ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഈ ഒരു ബാറ്റർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടി മൈദ കുറേശ്ശെ ഇട്ട് നല്ല തിക്കായിട്ട് ഉള്ള ഒരു കൺസിസ്റ്റൻസിൽ നല്ലൊരു ആ ഒരു രീതിയിൽ നമുക്ക് സാധാരണ വട ഉണ്ടാക്കാം, ഉഴുന്നിന്റെ വടയൊക്കെ ഉണ്ടാക്കാൻ തയ്യാറാക്കുന്ന ആ ഒരു ബാറ്ററിൽ. അപ്പോൾ ബാറ്റർ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിക്കുമ്പോൾ ആ ഒരു ബാറ്ററിന്റെ തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, അരച്ച ചക്കയിലേക്ക് നമ്മൾ സവോള, പച്ചമുളക്, കറിവേപ്പില അതുപോലെ പെരിഞ്ജീരകം ഇനിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്, അത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അരച്ച ചക്കയിലേക്ക് നമ്മൾ ഓൾറെഡി ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ളത് ഒരു സവോള, അതുപോലെ 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഉപ്പ്, ബേക്കിംഗ് സോഡ, പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ഗരം മസാലയും അതുപോലെ ഇത് കൂടാതെ ഞാൻ അതിലേക്ക് തൈര് കൂടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു പ്രശ്നം, നിങ്ങൾക്ക് എന്തൊക്കെ ചേർത്തു എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ അളവ് ഞാൻ എഴുതിയേക്കാം. ആ ബാറ്റർ തയ്യാറാക്കിയത് 2 കപ്പ് ചക്ക അരച്ചതിലേക്ക് 2 കപ്പ് മൈദ ഞാൻ ഓൾറെഡി എടുത്തിട്ട് കുറേശ്ശെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ തൈര് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ പൊടി ഐറ്റംസിൽ ഞാൻ ചേർത്തത് ഗരം മസാല, വെജിറ്റബിൾ മസാല, ഉപ്പ്, സോഡാപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വട എങ്ങനെയാണ് ഞാൻ ഓൾറെഡി കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ വട. അപ്പോൾ ഞാൻ ഓൾറെഡി തയ്യാറാക്കി. അപ്പോൾ ബാറ്റർ ഒക്കെ ഞാൻ ബാറ്റർ ആക്കിയതിന് ശേഷമുള്ളത്
ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് പൊട്ടിച്ചൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ജസ്റ്റ് ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയതാണെങ്കിൽ പോലും ആ ചക്കപ്പുഴുക്കിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പറഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാറ്റർ തയ്യാറാക്കുന്നത്. ഇനിയിപ്പം എങ്ങനെയാണ് ബാക്കി എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം ഏകദേശം ഞാനൊരു 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജീരകം നമ്മൾ വറുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിത് വറക്കാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നു. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. നല്ല ക്രിസ്പി, നമുക്ക് നല്ല പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ചക്ക വട നമുക്കിവിടെ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇനി ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. കുറച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഈ സ്പൂണിൽ വേണമെങ്കിൽ നമുക്ക് സ്പൂണിൽ കോരി വേറൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഉരുട്ടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ വേറെ ഒരു സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നമുക്കിത് മൊരിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു നല്ല ഫ്ലെയിമിൽ നമുക്ക് ഇടണ്ട, കാര്യം കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി വറുത്തെടുക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് സ്പൂണും വെച്ച് എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കിട്ടും. ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ. അതല്ലാതെ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ, കൈകൊണ്ട് നമ്മൾ സാധാരണ വട എടുക്കാറുള്ളത് പോലെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ സ്പൂണിൽ എടുക്കുന്നതാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ നമ്മുടെ ബാറ്റർ കംപ്ലീറ്റ് വടയുടെ മിക്സ് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ ഈസിയാണ്. നമുക്ക് വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും, കുട്ടികൾക്കും ഒക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. സ്പൈസി അല്ലെങ്കിൽ എരിവ് നിങ്ങൾക്ക് പച്ചമുളക് ഇടാനായിട്ട്, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പച്ചമുളക് മാറ്റി ഒരു പേരിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമുളകിൻ്റെ പകുതിയോ മറ്റോ അരിഞ്ഞിടുക. പിന്നെ നമുക്ക് ചില്ലി പൗഡർ, മുളക് പൊടി ചേർക്കാവുന്നതാണ്. വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഓക്കെ. ഇതാണ് നമ്മളുടെ ആ ഒരു വടയുടെ ഉൾഭാഗം എന്ന് പറയുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെയൊക്കെ ഒരു നല്ല മണമുണ്ട്. അതുപോലെ തൈരും ഒക്കെ ചേർത്തിട്ടുണ്ട്. തൈരിൻ്റെ ആ ഒരു പുളിപ്പ് നമ്മൾ 2 മണിക്കൂർ വെക്കുമ്പം നല്ല ആ ഒരു രീതിയിൽ, അതുപോലെ സോഡാപ്പൊടി ആണെങ്കിലും തൈരും കൂടെ ഒക്കെ ചേരുമ്പോഴത്തേനും നല്ല ബബിൾസ്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ചക്ക വട തയ്യാറാക്കുക. നമ്മൾ ചക്കയുടെ പല വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നല്ല ചക്ക ഇഷ്ടം പോലെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പം ഇതിനും അടിപൊളി ഒരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.